ഹവാല പണം പോലീസ് വീതം വെച്ചെന്ന പരാതിയുമായി പ്രതി രംഗത്ത്. കാസർഗോഡ് അണങ്കൂർ സ്വദേശി BM ഇബ്രാഹിമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഹോസ്ദുർഗ് പോലീസ് പിടികൂടി 7 ലക്ഷം രൂപ കോടതിയിൽ എത്തിയില്ല എന്നാണ് ആരോപണം. ഓഗസ്റ്റ് 25 കാഞ്ഞങ്ങാട് ഫെഡറൽ ബാങ്ക് ATM കൗണ്ടറിന് മുന്നിൽ വെച്ച് BM ഇബ്രാഹിമിനെ ഹോസ്ദുർഗ് പോലീസ് പിടികൂടുന്നത്. ഇബ്രാഹിമിന്റെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന 7 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. എന്നാൽ കോടതിയിലെത്തിച്ചത് 4,68,000 രൂപ മാത്രം. ആ സമയത്ത് എത്ര രജിസ്റ്റർ ചെയ്തെന്നും എനിക്കും അറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു ലോയറെ ഉപദേശം തോടിയിട്ട് വിവരാവകാശ രേഖ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ആ സമയത്ത് എന്നോട് പറയുന്നത് അതിൽ 4,68,000 രൂപ മാത്രമാണ് ഉള്ളത്. വീണ്ടും ഞാൻ മേലധികാരികൾ അപ്പീൽ നൽകി. അപ്പോഴും ഉള്ളത് 4,68,000 രൂപയാണ്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2 പേപ്പറുകളിൽ പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നും പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്നുമാണ് ആരോപണം. പണത്തിലുള്ള സ്രോതസ് അവർ ചോദിക്കാൻ അനുവദിച്ചില്ല. അവരെ മുഖേന അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് 4 പോലീസുകാർ എന്നെ വരട്ടുന്നു. എന്താടാ എവിടുന്നാ പണം എവിടുന്ന പറയടാന്ന് പറഞ്ഞൊരു പോലീസിന്റെ രീതിയിലുള്ള ഒരു ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫ്രീഡം കിട്ടിയില്ല. 7 ലക്ഷം രൂപ പോലീസ് കണക്കിൽ കാണിച്ചില്ലെന്ന പരാതിയുമായി ഇബ്രാഹിം DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഹവാല പൊട്ടിക്കൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്.